ഇപ്പോൾ PSC ടെസ്റ്റിന് 4 പേര് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. 3 പേര് മണ്ടന്മാരായിരിക്കും. ചിലപ്പോൾ ഇയാളായിരിക്കും സ്മാർട്ട്, ഇയാൾക്ക് എല്ലാം അറിയാം. പക്ഷേ ഇയാൾ പ്രസൻറ്റ് ചെയ്ത് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുമ്പോൾ ഇയാളുണ്ടാവില്ല. അതൊക്കെയാണ് ഈ കാലസർപ്പയോഗം വന്നാലുള്ള പ്രശ്നങ്ങൾ. അതാണ്. ഗർഭഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഒരു വായു പോലും ഇല്ല, പക്ഷേ അതിനകത്ത് 2 തിരിനാളങ്ങൾ, ഇങ്ങനെ 2 നാളങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി ആടുന്നത് കാണാമെന്നാണ് പറയുന്നത്. ശിവലിംഗത്തെ ചുറ്റി പാമ്പ് കിടക്കുവാണ്. ആ പാമ്പിൻ്റെ നിശ്വാസങ്ങളാണ്, ശ്വാസോച്ഛ്വാസം അനുസരിച്ചാണ് ഈ വിളക്കിലെ തിരികളിങ്ങനെ ഈ നാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നത്. മാം, ഈ കാളസർപ്പയോഗത്തെക്കുറിച്ച് നമ്മൾ മുൻപും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അടുത്ത് കേട്ടു, കാളസർപ്പയോഗം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു പിടിയിൽ നിന്ന് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ കാളഹസ്തി പോയിട്ട് വഴിപാട് ചെയ്താലേ മാറത്തുള്ളൂ എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കിതിലെ പരിഹാരങ്ങളൊന്നും ഇല്ലേ? അതാണ്, കാളഹസ്തി പോവുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാളഹസ്തി എന്ന് പറയുന്നത് അതാണ്. കാളഹസ്തി പോവുക, ശബരിമലയ്ക്ക് പോവുക, പിന്നെ ഗുരുവായൂർ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ വേണ്ടാന്നൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷേ ഈ ഒരു പ്രത്യേക കാളസർപ്പയോഗം എന്ന് പറയുന്നത് തന്നെ ഒരു പാമ്പിൻ്റെ പിടിയിലായിട്ട്, അതായത് രാഹുകേതുക്കളുടെ നടുവിലായിട്ട് 180 ഡിഗ്രിയിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും നിൽക്കുമ്പോൾ ഈ ആൾ ശരിക്കും ഒരു കെട്ടിവരിഞ്ഞ അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. വളരെ പ്രയാസങ്ങളാണ് അയാൾ. ഇപ്പോൾ PSC ടെസ്റ്റിന് 4 പേര് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. 3 പേര് മണ്ടന്മാരായിരിക്കും. ചിലപ്പോൾ ഇയാളായിരിക്കും സ്മാർട്ട്, ഇയാൾക്ക് എല്ലാം അറിയാം. പക്ഷേ ഇയാൾ പ്രസൻറ്റ് ചെയ്ത് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുമ്പോൾ ഇയാളുണ്ടാവില്ല. അതൊക്കെയാണ് ഈ കാലസർപ്പയോഗം വന്നാലുള്ള പ്രശ്നങ്ങൾ. അതാണ്. അപ്പോൾ നമ്മൾ നിരാശരായി പോകും. അതുപോലെ തന്നെ ഒരു ഉദ്യോഗത്തിന് പോയാൽ തന്നെയും ഇതുപോലെ തന്നെ നമ്മളെക്കാൾ ആ സമയത്ത് അതുവരെ നമുക്ക് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് പറയാനറിയാം. അവിടെ ചെല്ലുമ്പോൾ പ്രസൻറ്റേഷൻ മോശമായി പോകും. അപ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് തന്നെക്കാൾ ഒട്ടും അല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ആ പ്ലേസിലേക്ക് പോകും. നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് പോരേണ്ടി വരും. എന്നാൽ വീട്ടിലാണെങ്കിലും വീട്ടുകാർക്ക് ഓർക്കും, ഈശ്വര ഇവൻ ഇത്രയൊക്കെ ടാലൻ്റ് ഉണ്ടായിട്ട് ഒരു ഗുണമില്ലാതെ പോയല്ലേ ഈശ്വര. നമ്മൾ അമ്മമാർക്കൊക്കെ സങ്കടമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ദാമ്പത്യ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര ഒരുപാട് അലയേണ്ടി വരും. ഇനിയൊക്കെ അതൊക്കെ ശരിക്കും ഇത് നല്ല രീതിക്കുള്ള പല 12 തരം കാളസർപ്പയോഗമുണ്ട്. അത് ഓരോന്നും എവിടെയാണ് രാഹുകേതുക്കൾ ലഗ്നത്തിൽ നിൽക്കുന്നതെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ഓരോ. ചിലർക്ക് കല്യാണമായിരിക്കും, ചിലർക്ക് ഉദ്യോഗമായിരിക്കും, ചിലർക്ക് ധനഭാവത്തിലായിരിക്കും. അത് നമുക്ക് കാളസർപ്പയോഗം ഏതാണെന്ന് നോക്കിയിട്ട് പറയാം. ഏതായാലും ശരിയാണ്. ഇപ്പം അരി ഏതായാലും ശരിയാണ്, ചോറ് പലതരം അരികളില്ലേ, അതുപോലെ തന്നെയാണ് കാളസർപ്പയോഗം 12 തരത്തിലുണ്ടെങ്കിലും സംഭവം ദോഷം തന്നെയാണ്. സംഭവം നമ്മളെ ബുദ്ധിമുട്ടിക്കും. അത് പണ്ടൊരു കളിയില്ലായിരുന്നോ, ഏണിയും പാമ്പും കളി. അപ്പൊ ഏണിയും പാമ്പും കളിയിൽ എന്താണ്, ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ഏണിയിലൊക്കെ കയറി 100-ലെത്തും. അപ്പോഴേ ഒരു പാമ്പ് വന്ന് കടിച്ച്. ഇതാണ് കാളസർപ്പം. 99 പാമ്പ് കിടക്കുക. പോയി 100-ലെത്താൻ അങ്ങോട്ട് പോകുമ്പോൾ കിടക്കണ 0-ൽ വന്ന് നിൽക്കും. ഇതവസ്ഥയാണ് ഈ കാളസർപ്പമുള്ള വ്യക്തികൾക്ക് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ പ്രയത്നത്തിൻ്റെ ഭയങ്കര പരമകാഷ്ടയിലെത്തുന്ന സമയത്ത് പെടയെന്ന് അവർ താഴോട്ട് പോകും. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് നമ്മളെ കയ്യിൽ പൈസയും ഉണ്ടാകില്ല, മനസ്സിൽ ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഒരു സഹതാപം പോലെ നോക്കുന്നുണ്ടാവും. ഇപ്പം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ കുട്ടി കോളേജിൽ ടീനേജ് സമയത്ത് തന്നെ ഏതെങ്കിലും പ്രണയത്തിൽ കുരുങ്ങി അയാളുടെ കൂടെ പോയി. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വന്ന് അവൾ തിരിച്ച് സ്വന്തം വീട്ടിൽ. ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആ കുട്ടിയെ കുറ്റം പറയും, അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാതെ പോയി, അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ യോഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തന്നെ ഈ കാളസർപ്പയോഗങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാം. അതിനാണ് ഈ ശരിക്കും ഗ്രഹനില ഈ തക്കുറിയൊക്കെ ജനിക്കുന്ന സമയത്ത് ഒരു തക്കുറി ഉണ്ടാക്കി വെക്കുക, ഒരു ജാതക വായന നടത്തുക എന്നൊക്കെ പറയണ പണ്ടുള്ളവരങ്ങനെ ചെയ്തിരുന്നു. കാരണം അപ്പം നമുക്ക് എല്ലാവരെയും കാണിക്കില്ല പണ്ട് ജാതകങ്ങളൊന്നും. കാരണം ഇത് നമ്മുടെ കുട്ടിയുടെ ഒരു വലിയ സംഭവമാണത്. അപ്പോൾ ആ സംഭവം അത് നമ്മൾ മാത്രം അറിഞ്ഞ് ഓരോ ദശയിലും ഓരോ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മഹാലക്ഷ്മി യോഗമുള്ളവരുണ്ടാവും, കേമദ്രുവ യോഗമുള്ളവരുണ്ടാവും, ഈ പറഞ്ഞ കാളസർപ്പം. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മൈൽഡായിട്ട് അതിൻ്റെ രൂക്ഷത മാറ്റുന്ന രീതിയിലുള്ള ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. അല്ലാതെ എല്ലാവരും പോയി കാളഹസ്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ, കാളഹസ്തി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അമ്പലമാണ്. പിന്നെ വായുതത്വത്തിലുള്ള ശിവലിംഗമാണ്, ബ്രഹ്മാവ് സ്ഥാപിച്ചതാണ്, ഒരുപാട് പ്രത്യേകതയുള്ളതാണ്.
പക്ഷേ നമ്മൾ അവിടെ മാത്രം പോയി ഈ ഒരു കാര്യത്തിന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ശരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തുള്ള നാഗരാജ ക്ഷേത്രങ്ങൾ, കാവുകൾ, അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ ഒരു പക്കപ്പിറന്നാൾ തോറും നമ്മൾ അല്ലെങ്കിൽ ആയില്യം തോറും ഒക്കെ നമ്മൾ നൂറും പാലും കഴിക്കുക. പിന്നെ കഴിയുമ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി വാങ്ങി കൊടുക്കുക. അങ്ങനെ സർപ്പങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ജീവിതത്തിൽ തന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ ഒരു കല്യാണം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ നാഗരെ ഒന്ന് പ്രീതിപ്പെടുത്തുക. ശിവനെ നന്നായി ഭജിക്കുക. നമശിവായ മന്ത്രം എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക. ശിവനാണ് മാല പോലെ ഇട്ടിരിക്കുന്ന ആളല്ലേ ഈ പറഞ്ഞ ആള്. അപ്പോൾ അതുകൊണ്ട് ശിവൻ മഹാദേവനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കാളസർപ്പമൊന്നും അങ്ങനെ ഏൽക്കില്ല. അപ്പം നമ്മൾ അറിയണം നമ്മൾക്ക് കാളസർപ്പയോഗം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിന് പ്രതിവിധിയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ നാഗ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ആയില്യം തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു വഴിപാടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പാശുപത മന്ത്രം കൊണ്ട് ക്ഷീരധാര, ഏറ്റുമാനൂർ അമ്പലം അത്ര ദൂരമല്ലല്ലോ, കാളഹസ്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അടുത്താണ്. അപ്പോൾ അങ്ങനെ പാശുപത മന്ത്രം കൊണ്ട് ക്ഷീരധാര നടത്തുന്നത്, പക്കപ്പിറന്നാൾ തോറും നടത്തുന്നത്, അതുപോലെ വിശേഷമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ നടത്തുന്നത്. ഇതിനൊരു ധാര എപ്പോഴും നമ്മുടെ ആദ്യം തീർക്കും, ഭഗവാന് ധാര. അത് ക്ഷീരധാരയാണേ ഒന്നാം തരം. അതിൽ ഈ മന്ത്രം കൂടി വരുമ്പോൾ ഈ രാഹു കേതുക്കളെ ആ ദോഷം കൂടി, ആ എനർജി നെഗറ്റീവ് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ കാളസർപ്പയോഗത്തെ മാനേജ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും പിന്നെ പറ്റിയാൽ ഇതൊക്കെ ചെയ്തു വന്ന് ഇങ്ങനെ നമ്മൾ കാവുകളിൽ പോവുകയും ഐല്യത്തിൻ്റെ പൂജകൾ നടത്തുകയും മഹാദേവനെ നിരന്തരം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ അങ്ങനെ ജപിച്ച് 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 നമ്മുടെ ഉള്ളിൽ പ്രത്യേക കാലവും നേരവും ഒന്നും നോക്കണ്ട, നമ്മൾ ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ജപിച്ച് ജപിച്ച് വരുമ്പോൾ അറിയാതെ ഒരു താളായിട്ട് നമുക്ക് തന്നെ വരും. അതോടുകൂടി നമ്മൾ ആ പ്രപഞ്ചതാളത്തെ ഈ ഭഗവാന്റേതായി മാറി. പിന്നെ കാളസർപ്പമൊന്നും ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ലിസ്റ്റിൽ അയ്യോ എൻ്റെ ലിസ്റ്റിൽ പെട്ടതാണ് പക്ഷേ കിട്ടാതെ ഇരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അത് ശരിയായി വരും. ശരിയായി വരും. പോകേണ്ടതാണ്, പക്ഷേ നമ്മളിങ്ങനെ മഹാദേവനെ വിളിക്കുക, നാഗങ്ങളൊക്കെ വഴിപാട് സ്ഥിരമായിട്ട് കഴിക്കുക, അങ്ങനെ വിളക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് പേടി ആ ഒരു ഇതൊക്കെ കടന്നു വരുമെങ്കിലും ഓവർകം ചെയ്യാൻ മഹാദേവൻ സഹായിക്കും. അല്ലെങ്കിൽ ഈ നാഗദൈവങ്ങൾ നമുക്ക് തുണയായിട്ട് വരും. അപ്പോൾ ആ ഒരു അടുത്ത് നിർത്തുക അവരെയൊക്കെ. ഇങ്ങനെ യോഗം ഉണ്ടെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ അറിയാത്തവർ, അതിനാണ് ഒരു ജ്യോതിഷി എന്തിനാണ് അവിടെ പ്രധാനം. അതാണ് എല്ലാവരും പറയും ജ്യോതിഷ അന്ധവിശ്വാസമാണ്, അതിൻ്റെ പുറകെ പോകരുത്, അങ്ങനെ പറയുന്നവരും ഉണ്ട്. പക്ഷേ ഇതൊരു വഴികാട്ടിയാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുഴിയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ ആ കുഴിയിൽ ചാടാതിരിക്കുകയുള്ളൂ. നമുക്കറിയാം അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ എന്നൊരു ബോർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായി അപ്പോൾ ഇന്നതാണ്. അതേപോലെ തന്നെ കാളസർപ്പ യോഗം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കാളഹസ്തിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ്. എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ കൊണ്ടുപോകണം. പഠിക്കുന്ന ടീനേജുകാരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫലം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലേം താനും. അപ്പോൾ ഇത് നിരന്തര സാധനങ്ങളിലൂടെയും നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും ഉപാസനയിലൂടെയും ഒക്കെയാണ് ഇതിനൊരു പതുക്കെ മോചനം ഉണ്ടാകും. പിന്നെ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അറിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് സക്സസ്സിലെത്താൻ പറ്റും. എത്താൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കാളസർപ്പം വന്ന് യോഗം വന്ന് ആരും മരിച്ചിട്ടൊന്നുമില്ല. ക്ലേശങ്ങൾ ഇച്ചിരി കൂടുതലായിരിക്കും. അതിന് നമ്മൾ മഹാദേവനെയും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയും നീങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു മോചനം ഉണ്ടാവും. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഇത് വലിയൊരു സംഭവമാണ്, ഇത് അവിടെ ചെന്ന് മാത്രമേ എന്നിട്ട് കുളിക്കണം, പിന്നെ ഒരു പുനർജന്മമാണ്, ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവിടെ ഒഴുക്കിയിട്ട് പുതിയൊരു ജീവനായിട്ട് വരിക, അതൊക്കെ നടക്കണ കാര്യമില്ല. അതൊക്കെ വലിയ പാടുള്ള കാര്യം. ഒന്നാമത്തേന് അവിടെ എത്താൻ ഒരുപാട് പ്രയാസമാണ്. പിന്നെ വേറൊരു ഇനി നമ്മൾക്ക് പൈസയൊക്കെ ഉണ്ട്, നമുക്കത് പിന്നെ പോകാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാളഹസ്തിയിലൊന്ന് പോഴുന്നത് നല്ലതാണ്. കൃതയുഗത്തിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് പറയുന്നത് ശിവൻ അവിടെ. അപ്പോൾ വായുതത്വമാണ് അവിടുത്തെ ലിംഗം. അവിടെ വളരെ വിശേഷതകളുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ ഒരു വായു പോലും ഇല്ല. പക്ഷേ അതിനകത്ത് 2 തിരിനാളങ്ങൾ ഇങ്ങനെ 2 നാളങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി ആടുന്നത് കാണാമെന്നാണ് പറയണത് ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ. അതായത് വായു അവിടെ ഇല്ല, പക്ഷേ ഈ
ചുറ്റി നമ്മുടെ ശിവലിംഗത്തെ ചുറ്റി പാമ്പ് കിടക്കുവാണ്. ആ പാമ്പിന്റെ നിശ്വാസങ്ങളാണ്, ശ്വാസോച്ഛ്വാസം അനുസരിച്ചാണ് ഈ വിളക്കിലെ തിരികളിങ്ങനെ ഈ നാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നത്. അത് എത്രയോ ആളുകൾ അതിൻ്റെ തത്വം അറിയാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് അജ്ഞാതമായിട്ട് തന്നെ തുടരുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ നിഗൂഢമായ ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്ന് പോയത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകുന്നത് വളരെ നല്ല കാര്യമാണ്. ശിവനാണ് ഒക്കെ കൊണ്ട് നല്ല. പക്ഷെ അതാണ് അവസാന വാക്ക്. അല്ലെങ്കിൽ കാളസർപ്പം കടിച്ച് നീ മരിക്കും എന്നല്ലെങ്കിൽ നീ അങ്ങനെയാകും എന്ന് ഇല്ല. താങ്ക് യു. അത്രയേ ഉള്ളൂ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.